ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു ബട്ടർ ഗാർലിക് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ആക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 15-20 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ്റെ പീസെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ മൈദയിൽ ഇതെല്ലാം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ പീസസ് എല്ലാം ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് ടൈമൊന്നും ഇട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിത് തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാം. വീണ്ടും ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ചിക്കനും കൂടെ ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് 50 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. മൈദയുടെ ആ പച്ച മണമൊക്കെ ഇത് മാറുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റോക്കാണ്. ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് എല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നാരങ്ങ നീരോടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബട്ടർ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.